തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് മേൽക്കൈ 3 പഞ്ചായത്ത് LDF-ന് നഷ്ടമാകും. നാട്ടികയിലും പാലക്കാട് തച്ചമ്പാറയും ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്തിലും ഭരണമാറ്റമുണ്ടാകും. അവര് രാഷ്ട്രീയം നോക്കാതെ പ്രത്യേക രാഷ്ട്രീയമുള്ള ഒരു വാർഡാണ്. പക്ഷെ അവിടെ അവര് രാഷ്ട്രീയം നോക്കിയിട്ടില്ല, എന്നെ മാത്രം നോക്കിയിട്ടുള്ളൂ. അതിന് പ്രത്യേകം അവരോട് നന്ദി തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. കോട്ടയിലാണ് വിജയം. അതെ 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 375 വോട്ട് ശരിക്കും മറികടന്നത്. ആദ്യത്തെ 260 പ്ലസ് 115 അല്ലേ? 115. എന്താണ് അതിന്റെ സ്ട്രാറ്റജി ആയിരുന്നു അവിടെ? ഞാൻ ഫുൾ ടൈം അവരുടെ അടുത്ത്, അത് രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ നമ്മളെല്ലാവരുമായിട്ടും അവരെ സ്നേഹിച്ചിരുന്നു. അതേ സ്നേഹം അവർ എനിക്ക് തിരിച്ചു നൽകി. ആ ഒരു സന്തോഷം. സൈഫ് സൈനുലാബ്ദീൻ തിരുവനന്തപുരത്ത് ചേർന്നു. സൈഫ്, എന്താണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പൊതുചിത്രം? നിഷാദ്, 31 തദ്ദേശ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 17 ഇടത്തെ തെരഞ്ഞെടുപ്പ് ഫലം ഇതിനോടകം തന്നെ ഔദ്യോഗികമായി വന്നിട്ടുണ്ട്. ഈ 17 ഇടത്തെ ഫലം നമ്മൾ നോക്കുമ്പോൾ 8 ഇടത്ത് LDF വിജയിച്ചിട്ടുണ്ട്, 5 ഇടത്താണ് UDF വിജയിച്ചിട്ടുള്ളത്, 3 ഇടത്ത് NDAയും 1 ഇടത്ത് അതേഴ്സുമാണ് വിജയിച്ചിട്ടുള്ളത്. വിജയങ്ങളുടെ എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ LDF-നാണ് മുൻതൂക്കം. പക്ഷേ അതേസമയം തന്നെ ചില ഭരണമാറ്റങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. മൊത്തം 31 തദ്ദേശ വാർഡുകൾ, അതിനകത്ത് ഇനി റിസൾട്ട് വരേണ്ട കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നിലവിൽ ലീഡ് ചെയ്യുന്ന സ്ഥലങ്ങളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ 9 ഇടത്ത് UDF-ഉം 3 ഇടത്ത് LDF ലീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 31 തദ്ദേശ സ്ഥാപനങ്ങളിൽ ആകെ റിസൾട്ട് 31 വന്ന് കഴിയുമ്പോഴത്തേക്ക് ഏതൊക്കെ സീറ്റുകൾ ആരൊക്കെ പിടിച്ചെടുത്തു എന്ന് നോക്കിയിട്ടാണ് ഇതിനകത്ത് ആർക്കാണ് മുൻതൂക്കം എന്ന് നമുക്ക് പറയാൻ കഴിയൂ. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പൂർണ്ണ തോതിൽ ആർക്കാണ് മുൻതൂക്കം എന്ന് പറയാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല. 31 ഇടത്തെയും വന്നു കഴിഞ്ഞിട്ട് എത്ര സീറ്റ് LDF-ന് നഷ്ടമായി, എത്ര സീറ്റ് UDF-ന് നഷ്ടമായി, എത്ര എണ്ണം പിടിച്ചെടുത്തു എന്നുള്ള കണക്കാണ് തെരഞ്ഞെടുപ്പ് ടാലി നോക്കുമ്പോൾ നമുക്ക് ആർക്ക് മേൽക്കൈ എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിച്ചേരുക. എന്തായാലും 8 ഇടത്ത് ഇപ്പോൾ LDF ജയിച്ചിട്ടുണ്ട്, 5 ഇടത്ത് UDF, 3 ഇടത്ത് NDA, 1 ഇടത്ത് അതേഴ്സ്. അതുപോലെ തന്നെ 9 ഇടത്ത് UDF ഇപ്പോൾ ലീഡ് ചെയ്യുന്നു, 3 ഇടത്ത് LDF ലീഡ് ചെയ്യുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് ചിത്രം ഒരു അല്പസമയത്തിനകം തന്നെ, ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ അതിനപ്പുറത്തേക്ക് എന്തായാലും പോകില്ല. തെരഞ്ഞെടുപ്പിന്റെ ഒരു പൂർണ്ണ ചിത്രം എന്തായാലും അല്പസമയത്തിനകം തന്നെ പുറത്തു വരും. നിഷാദ്, ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ UDF-ന് മേൽക്കൈ എന്നാണോ? നിഷാദെ, കണക്കുകൾ എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 8 ഇടത്ത് LDF ആണ് ജയിച്ചിരിക്കുന്നത്. 17 ഇടത്തെ ഫലം പുറത്തു വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 8 ഇടത്ത് LDF ജയിച്ചിട്ടുണ്ട്, 5 ഇടത്ത് UDF ജയിച്ചിട്ടുണ്ട്, 3 ഇടത്ത് NDA ജയിച്ചിട്ടുണ്ട്, 1 ഇടത്ത് അതേഴ്സ് ജയിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ നമ്മൾ നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ LDF-ന് തിരിച്ചടി ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നാട്ടികയിൽ അവിടെ ഭരണം നഷ്ടമാകുന്നുണ്ട്, പാലക്കാട് ഒരിടത്ത് ഭരണം നഷ്ടമാകുന്നുണ്ട്. ഭരണം നഷ്ടമാകുന്നു എന്ന് പറയുന്നത് തിരിച്ചടിയായി തന്നെ വിലയിരുത്തണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ UDF-ന് അത് അവിടുത്തെ ആ പ്രാദേശിക തലത്തിലെ മേൽക്കൈയായി കാണാം. സംസ്ഥാനം ഉടനീളമുള്ള 31 തെരഞ്ഞെടുപ്പിന്റെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം എടുത്തതിന് ശേഷം എത്ര എണ്ണം നഷ്ടമായി, എത്ര എണ്ണം പിടിച്ചെടുത്തു എന്ന് കണക്ക് പൂർണ്ണതോതിൽ അവതരിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ആർക്ക് നേട്ടം, ആർക്ക് തിരിച്ചടി ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അതിനെന്തായാലും കുറച്ച് സമയം കൂടി കണക്കാക്കേണ്ടി വരും. നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണം നഷ്ടമായത് LDF-ന് തിരിച്ചടിയാണെന്നുണ്ടെങ്കിലും സീറ്റുകളുടെ എണ്ണം നോക്കുമ്പോൾ അത് കൂടുതൽ സീറ്റുകൾ ജയിച്ചിരിക്കുന്ന LDF ആണെന്ന് പറയേണ്ടി വരും. എന്തായാലും തിരിച്ചടി പൂർണ്ണമായി ആർക്കാണ് എന്ന് പറയണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 31 ഇടത്തെയും തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ മാത്രമേ നമുക്ക് ആർക്ക്. നന്ദഗോപാൽ, പാലക്കാട്ടെ വാർത്ത എന്താണ്? നിഷാദ്, പാലക്കാട് തച്ചമ്പാറയിലാണ് LDF-ന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. LDF-ന്റെ ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരു CPI അംഗം രാജിവെച്ച BJP-യിൽ സാറുന്ന സാഹചര്യത്തിലാണ് 4ാം വാർഡിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ CPI അംഗത്തെ തോൽപ്പിച്ചുകൊണ്ട് UDF-ന്റെ അലി തേക്കത്ത് ഇപ്പോൾ അവിടെ ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ്. 15-അംഗ ഭരണസമിതിയാണ്. ഇതിൽ UDF-ന് ഇപ്പോൾ 8 പേരുടെ പിന്തുണയാണ്. നേരത്തെ 7-7 എന്ന നിലയിലായിരുന്നു അവിടെ അംഗങ്ങൾ ഉണ്ടായിരുന്നത്. അതിൽ LDF ഒരു സ്വതന്ത്രനെ വെച്ചുകൊണ്ടായിരുന്നു ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ CPI-യിൽ നിന്നും ഒരാൾ പുറത്തു പോയതോടുകൂടി LDF-ന് അവിടെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുകയായിരുന്നു. അതാണ് ഇപ്പോൾ LDF-ന് തിരിച്ചടി ആയിരിക്കുന്നത്. അവിടെ ഭരണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പാലക്കാട് എന്നുള്ള വിവരങ്ങളാണ് നൽകിയത് ഷൈജു ആലപ്പുഴയിൽ നിന്നുകൂടി. ആലപ്പുഴയിലെ സ്ഥിതി എന്താണ്? ഫലം എങ്ങനെയാണ്? രാഷ്ട്രീയം പുതിയ ഭരണക്രമത്തെ നിർണ്ണയിക്കുന്നുണ്ടോ ഷൈജു?
നിഷാദെ, ഭരണക്രമത്തെ നിശ്ചയിക്കുന്ന പ്രശ്നം ആലപ്പുഴയിൽ നിന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കായംകുളം നിയമസഭാ മണ്ഡലത്തിന് കീഴിലുള്ള പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നു. ഒരു സീറ്റ് മാത്രമായിരുന്നു UDF പഞ്ചായത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ സീറ്റ് അവർ 1 നിന്ന് 2 വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് LDFന്റെ, പ്രത്യേകിച്ച് CPM സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് ഒരു സീറ്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ബിപിൻ സി ബാബു അദ്ദേഹത്തിന്റെ പഞ്ചായത്താണ് പത്തിയൂർ പഞ്ചായത്ത്. ബിപിൻ സി ബാബുവിന്റെ വരവ് ഒരു തരത്തിലും BJPക്ക് ഗുണം ചെയ്തില്ല. കഴിഞ്ഞ തവണ 504 വോട്ട് നേടിയിരുന്ന BJP പ്രാവശ്യം 476 വോട്ടിലേക്ക് മാറി എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അവിടെ ഇടതുപക്ഷം 2ാമത് വരികയും BJP 3ാമത് വരികയും ചെയ്തു. കാര്യമായ നേട്ടം BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതും ഇടതുപക്ഷത്തിന്റെ ഇന്ന് സീറ്റ് UDF പിടിച്ചെടുത്തു എന്ന പ്രത്യേകതയാണ് ഈ ആലപ്പുഴയിൽ പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിലെ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്ന. കഴിഞ്ഞ തവണ 54 വോട്ടുകൾക്ക് കൈവിട്ടു പോയ സീറ്റ് 99 വോട്ടുകൾക്ക് തിരിച്ചു പിടിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ശരി, ഇടുക്കിയിൽ നിന്ന് സിജോ വർഗീസ് കൂടി. സിജോ, ഇടുക്കിയിലെ ഫലം എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണ്? നിഷാദ്, ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ദിലീപ് കുമാർ വിജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും എടുക്കേണ്ട ഒരു കാര്യം. പ്രധാനമായും UDFന് ഇത് നേട്ടമാണ്. UDF പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിച്ചു. LDFന്റെ സിറ്റിംഗ് സീറ്റായ പന്നൂർ വാർഡാണ് UDF തിരിച്ചുപിടിച്ചത്. നിലവിൽ 14 വാർഡുകളാണ് കരിമണ്ണൂർ പഞ്ചായത്തിലുള്ളത്. അതിൽ 6 വാർഡ് LDFനും 7 വാർഡ് UDFനും എന്നതായിരുന്നു നിലവിലെ തട്ടുനില. ഇപ്പോൾ നിലവിൽ UDF 8 വാർഡ് 8ലും LDF 6ലും ആണ് എത്തിച്ചിരിക്കുന്നത്. നിലവിൽ UDFനായിരുന്നു നേരത്തെ പഞ്ചായത്തിൽ ഭരണമുണ്ടായിരുന്നത്. UDFിലെ ഒരംഗം കൂറുമാറി LDFിലെത്തിയതിനെ തുടർന്നാണ് പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമിറങ്ങിയത്. അങ്ങനെയാണ് LDF ഭരണം പഞ്ചായത്തിൽ പിടിച്ചെടുത്തത്. ഇപ്പോൾ തിരിച്ച് UDF ഭരണം പിടിക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നിലവിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇത് UDFനെ സംബന്ധിച്ച് വളരെയേറെ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു ഫലം കൂടി ഇനി പുറത്തു വരാനുള്ളത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ കഞ്ഞിക്കുഴി ഡിവിഷനിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ്. നിലവിൽ UDF ആണ് ഈ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത്. അവർക്കും UDFിലെ ഒരംഗം കൂറുമാറിയതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങിയത്. നിലവിൽ ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ ഇല്ല എന്നുള്ളതും പറയേണ്ട ഒരു കാര്യമാണ്.